ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ദശമസ്കന്ധത്തിലൂടെ ഉള്ള ഒരു യാത്ര. ഇപ്പൊ നമ്മള് ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്കന്ധം, ദശമസ്കന്ധം, നമ്മളുടെയൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് മറ്റ് വിഷയങ്ങളിൽ നിന്നും മെഡിറ്റേറ്റ് ചെയ്യിക്കുകയാണ് നമ്മൾ. ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നിർവിഷയം ധ്യാനം എന്നാണ് പറയുക. മറ്റ് വിഷയങ്ങളെയൊക്കെ നിരോധിക്കലാണ് യഥാർത്ഥത്തില് ധ്യാനം എന്നുള്ളൊരു വാക്കിന് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറയും. അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാല് സത്കാര്യങ്ങളെ നമ്മളുടെ ഉള്ളിലേക്ക് ഉറപ്പിക്കലാണ് ശരിക്കും ധ്യാനം. അതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മളും ഇപ്പോ ആ ദശമസ്കന്ധത്തിലൂടെ കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മള് ഗോവർദ്ധന ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം ഗോവർദ്ധന യാഗം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നന്ദഗോപുരത് ഗംഭീരമായിട്ട് യാതൊരുവിധ സംശയവും കൂടാതെ ഭഗവാനിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി അത് നടത്തിയതോടുകൂടി അവർക്ക് അതിന്റെ ആ ഒരു വിശ്വാസത്തോടുകൂടി അത് സമർപ്പിച്ചപ്പോൾ, അല്ലെ, ഒരു മണ്ണിനെ പൂജിക്കുക അല്ലെങ്കിൽ ഒരു പർവ്വതത്തെ പൂജിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് തോന്നാം എന്തൊരു വിഡ്ഢിത്തായി പറയുന്നതെന്ന്. അങ്ങനെ ഒരു വിഡ്ഢിത്തമാണെന്ന് പോലും ചിന്തിക്കാതെ ആ 7 വയസ്സ് പ്രായമുള്ള ബാലന്റെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അത് ചെയ്തതോടുകൂടി എന്തായി? പല വിധത്തിലുള്ള അത്ഭുതങ്ങളെ അവർക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നു, അല്ലെ? പല അത്ഭുതങ്ങളും നമുക്ക് ഭഗവാൻ തന്നെ കാണിച്ചു തരും. എപ്പോഴാ കാണിച്ചു തരിക? അത് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെ? ഇന്നലെ ഞാൻ മാമിയുടെ അടുത്ത് പോയി, നമ്മുടെ മീനാക്ഷി അമ്മാള് മാമിയുടെ അടുത്ത് പോയപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും കുമാരലു ഭഗവതിയുടെ കാര്യം പറഞ്ഞ സമയത്താണ് മാമിയുടെ മരുമകളായിട്ടുള്ള സരോജ ശ്രീകൃഷ്ണൻ അവിടെ ഒരിക്കല് ഭഗവതിയുടെ അടുത്ത് തൊഴാൻ ചെല്ലുന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പല കാര്യങ്ങളും. ഇതിന് മറുപടി ആയിക്കൊണ്ട് ഒരു സ്ത്രീ വന്ന് തന്നോട് സംസാരിക്കുന്നു. നീ ഇന്നത് ചെയ്താൽ മതി, നീ ഇന്നത് രീതി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അമ്മയുടെ അടുത്ത് നിന്നാ മതി, വേറെ എങ്ങും പോകണ്ട എന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായത്. ഇന്നലെ എനിക്കത് അനുഭവത്തിലൂടെ പറഞ്ഞു തന്നപ്പോ എനിക്കത് മനസ്സിലായി. എപ്പോഴാണ് അങ്ങനെ ആവുന്നത് ശരിക്ക്? അപ്പൊ നമുക്ക് ഉറച്ച വിശ്വാസമാണ് അത്, അല്ലെ? നമുക്ക് അവിടുന്നാണ് എന്നെ കൊണ്ട് നടക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. ഞാൻ പറയുന്നത് കേൾക്കും, എന്റെ കൂടെ എപ്പോഴും തുണയായിട്ടുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് ഫലം ഉണ്ടാവും. ഇത് തന്നെയാണ് ഇവിടെ ആ ഭഗവാനിൽ നിന്ന്, അല്ലേ? നോക്കൂ, ആ 7 വയസ്സായിട്ടുള്ള ബാലൻ പറഞ്ഞത് കേട്ടുകൊണ്ട് നന്ദഗോപർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോപന്മാർ അത് ആസ്വദിച്ചത് ചെയ്തിട്ടുണ്ട്. അതാണ് സമർപ്പണ മനോഭാവത്തോടു കൂടി അവർക്ക് ചെയ്തപ്പോഴേക്കും. നോക്കൂ, സാധാരണ രീതിയിൽ പൂജ കഴിക്കുന്ന സമയത്ത് ധാരാളം പ്രസാദം തിരിച്ചു കിട്ടാറാ പതിവ്, അല്ലെ? സാധാരണ പ്രസാദങ്ങൾ തിരിച്ചു കിട്ടുക. ഇത് ഒരു ലെവലേശം പോലും കിട്ടാതെ ഒരു പർവ്വതം കഴിച്ചു എന്നൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു പർവ്വതം ഈ നേദ്യം മുഴുവൻ കഴിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? അത്ര കണ്ട് അത്ഭുതപ്പെടുത്തുന്ന രീതി ആയിരിക്കും നമ്മൾ എന്തിനേയും, ഏത് വസ്തു ആയിക്കോട്ടെ, ചരമായിക്കോട്ടെ അചരമായിക്കോട്ടെ, സത്തായിക്കോട്ടെ അസത്തായിക്കോട്ടെ, ഗുണമായിക്കോട്ടെ അഗുണമായിക്കോട്ടെ, എല്ലാത്തിലും കുടികൊള്ളുന്നത് ഈശ്വരനാണെന്നുള്ള ഒരു തത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏത് വസ്തുവിനെയും നമുക്ക് ഈശ്വരനായിട്ട് കാണാൻ സാധിക്കും, ഏത് വസ്തുവിനെയും. പക്ഷേ ഈ കാണുമ്പോൾ അതിൽ ഉറച്ച ബുദ്ധി ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ആ ഉറച്ച ബുദ്ധി ഉണ്ടെങ്കിൽ എങ്ങനെയാണോ രാജാവിന്റെ ദാസനായിട്ടുള്ള ആൾക്ക് കാട്ടുപോത്തിലൂടെ ആ ഗുരുവായൂരപ്പനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതേപോലെ ഭഗവാൻ നമുക്കും കാണിച്ചു തരും എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തില് ഗോവർദ്ധന ചരിത്രം. ആ ഗോവർദ്ധന യാഗമൊക്കെ ഗംഭീരമായിട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോപന്മാർക്ക് ഇപ്പൊ കണ്ണനെ കാണുന്നതിന്റെ ഒരു രീതിയൊക്കെ അങ്ങ് മാറി. എന്താ ഇപ്പൊ കണ്ണനെ ഇനി ഏത് രീതി കാണണം എന്നൊരു പേടിയായി. നേരെ ചെന്ന് നന്ദഗോപരോട് ചോദിച്ചപ്പോഴാണ് നന്ദഗോപര്
ആ ഗർഗന്റെ വാക്കുകളെ കുറിച്ചൊക്കെ അവിടെ അനുസ്മരിച്ചത്. പിന്നീട് കൂടുതൽ കൂടുതൽ സന്തോഷത്തോടുകൂടി ആ കണ്ണനെ സുഹൃത്തായിട്ടും അതുപോലെ തന്നെ കണ്ണന്റെ ഭക്തനായിട്ടും ഒക്കെ അവരുടെ കൂടെ നടന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ദ്രൻ ചെയ്തതായിട്ടുള്ള എല്ലാ ലീലകളും, അല്ലെങ്കിൽ ഇന്ദ്രന്റെ മനസ്സിൽ ഉണ്ടായതായിട്ടുള്ള പല തെറ്റിദ്ധാരണകളും. നമ്മൾ വിചാരിക്കും ഇന്ദ്രൻ എന്തൊരു അഹങ്കാരിയാണെന്ന്, അല്ലേ? നമ്മുടെ മനസ്സിലൊക്കെ അങ്ങനെ തോന്നുള്ളൂ. എന്നാൽ നോക്കൂ, വാചാലം സ്തബ്ധമജ്ഞം ആ പണ്ഡിതമാനിനം എന്നുള്ള തുടങ്ങിയിട്ടുള്ള ആ സ്തുതികളിലൂടെ ശ്രീധരാചാര്യ സ്വാമികൾ അത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്തേ നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, തന്റെ പ്രജകളായിട്ടുള്ള ജനങ്ങളില് ഒരിക്കലും ഇതുപോലുള്ള അഹങ്കാരം വന്നു വിട്ടുകൂടാ. ആ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയാണ് ഋതുഭേദങ്ങൾ മാറ്റിക്കൊണ്ട് അവിടെ. കാരണം എന്താണ്, ഒരു 7 വയസ്സുള്ള ബാലനായിട്ടുള്ള രീതിയില് ഭഗവാനാണ് അവതരിച്ചതെന്ന് എന്ന് പറഞ്ഞാലും ആരാണ് ഭഗവാൻ ആ സമയത്ത്? തനിക്ക് അധീനനായിട്ടുള്ള ദേവന്മാരിൽ നിന്ന് താഴെയുള്ള മനുഷ്യബാലനാണ് ശരിക്ക്. അപ്പൊ ഒരു മനുഷ്യബാലന്റെ വെറും വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് തനിക്ക് നൽകുന്നതായിട്ടുള്ള ഈ യാഗത്തെ മാറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അഹങ്കാരമാണത്. അപ്പൊ ഈ അഹങ്കാരത്തെ, ഈ മതത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ദേവേന്ദ്രൻ ഇങ്ങനെ ഒരു ലീല അവിടെ നടത്തിയത് തന്നെ. പക്ഷേ ഭഗവാനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഉള്ള പറ്റാത്തതായിട്ടുള്ള അവിടെയും മായ തന്നിൽ വന്ന് പെട്ടു എന്നർത്ഥം. ഭഗവാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭഗവാൻ ലോകപാലന്മാരെ ഓരോരുത്തരെ ആയിട്ട് തനിക്ക് എന്താണ് ഓരോരുത്തരെയും തന്നിന്റെ ഉള്ളിൽ താഴെയാണെന്നുള്ളത് അവരെ ബോധിപ്പിക്കുക. കാരണം ഇതൊക്കെ മതമാണ്. ചെറിയ ഒരു സ്ഥാനം കിട്ടിയാൽ നമുക്ക് മതം വരും, ഇല്ലേ? ഇതിപ്പോ കിഴക്കിന്റെ അധിപനായിക്കൊണ്ട് ഇന്ദ്രനെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അത് തന്നെയല്ല, ദേവന്മാരുടെ ഒക്കെ ശ്രേഷ്ഠനായിക്കൊണ്ട് അധിപനായിക്കൊണ്ട് ദേവേന്ദ്രൻ എന്നുള്ള ഒരു ഇന്ദ്ര പദവി കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പം അങ്ങനെയുള്ള ഈ ദേവേന്ദ്രനായാലും അഗ്നിയായാലും യമധർമ്മനായാലും, ഇല്ലേ? ഇനി യമധർമ്മന്റെ അടുത്ത് പോകുന്നുണ്ട്. ഗുരുനാഥന്റെ പുത്രൻ, ഗുരുനാഥന്റെ മകനെ അന്വേഷിച്ച് യമധർമ്മനെ അടുത്ത് ചെയ്യുമ്പം യമധർമ്മനും അവിടെ ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കും. അപ്പം ഓരോരുത്തർക്കും ചെറിയൊരു സ്ഥാനം കിട്ടിയാൽ മതി, അല്ലെ? ഉത്സവ കമ്മിറ്റിയുടെ ഒരു പ്രസിഡന്റ് എന്നുള്ളൊരു സ്ഥാനം കിട്ടിയാൽ തീർന്നു. പിന്നെ അല്ലെ, ക്ഷേത്രം മുഴുവൻ തന്റെ തലയില. താൻ വിചാരിക്കുന്ന പോലെ പിന്നെ ഭഗവാൻ പോലും അവിടെ നടന്നു പോകുള്ളൂ എന്നുള്ള ഒരു തോന്നലിലേക്കാണ് നമ്മളൊക്കെ എത്തിച്ചേരുന്നത്. ചെറിയൊരു സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ദേവേന്ദ്രന്റെയും ബ്രഹ്മാവിന്റെ ഒക്കെ പദവി വെച്ച് നോക്കുമ്പോൾ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ഥാനം, അത് മതി നമ്മൾ ചീത്തയാകാൻ. അപ്പൊ ഈ ഒരു മതം ലോകപാലന്മാരായിട്ടുള്ളവരിലൂടെ വന്നു ചേർന്നു. ഈ മതം ലോകപാലന്മാരിൽ നിന്നാലോ അത് പ്രജകളെ ബാധിക്കും. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തില് ഭഗവാൻ ആ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ നടത്തിയതെന്ന് പറയുകയാണ്. എന്തായാലും വീണ്ടും ഇതെല്ലാം മനസ്സിലാക്കും. ഏതെല്ലാം? ഈ ഭഗവാൻ ചെയ്തതായിട്ടുള്ള ലീലകളിലൂടെ, അല്ലെ? ചിലത് പറയല്ലേ, നമ്മള് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ വഴിയെ കണ്ടോളും എന്ന് പറയല്ലേ. എന്ന് പറഞ്ഞാലേ, പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാകാനിട്ടില്ലെങ്കിൽ ഇനി കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇപ്പം ഭഗവാന്റെ ലീലയിലൂടെ ബ്രഹ്മാവിനെ, ഇനി ഊർധ്വലോകത്തിന്റെ അധിപനായിട്ടുള്ള ബ്രഹ്മാവ് ഇനി നമുക്ക് കാണാൻ, നമ്മൾക്ക് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്, അല്ലെ? 13-14 അധ്യായത്തിൽ കണ്ടതാണ്. ബ്രഹ്മമോഹനം എന്നുള്ള രീതിയിൽ ബ്രഹ്മാവിന്റെ അഹങ്കാരത്തെ തീർത്തു. ഇങ്ങനെ ഓരോ ലോകപാലന്മാരെയും, 10 ലോകങ്ങളുണ്ടെങ്കിൽ 10 ലോകത്തിലുള്ള എല്ലാവരെയും ഈ പ്രജകളെ വേണ്ട രീതിയിൽ അഹങ്കാരമില്ലാതെ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ആ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ചെയ്യുന്ന ലീലകളാണ് ഇത് ഓരോന്നെന്ന് പറയാണ്. എന്തായാലും നമുക്ക് ആ 27ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശ്രീശുക ഉവാച ഗോവർദ്ധനെ ധൃതേ ശൈലേ ആസാരാൽ രക്ഷിതേ വ്രജേ ഗോലോകാദാവ്രജ കൃഷ്ണം സുരഭിശക്ര ഏവച. ഗോവർദ്ധന പർവ്വതം ഒരു കൂണ് പോലെ ലാഘവത്തോടുകൂടി ഒരു കുടയായിട്ട് പിടിച്ചുകൊണ്ട് പേമാരിയിൽ നിന്നും ആ ഗോകുലത്തെ സംരക്ഷിച്ചതായിട്ടുള്ള ഭഗവാന്റെ സമീപത്തേക്ക് സ്വർഗത്തിൽ നിന്നും ദേവേന്ദ്രനും അതുപോലെ തന്നെ
കൂടെ തന്റെ വംശത്തെ ഏറ്റവും വലിയൊരു സംരക്ഷണം നൽകിയതിന്റെ സന്തോഷത്തിന്റെ ആധിക്യത്തില് കാമധേനുവും ദാ അവിടെ ഭഗവാന്റെ അടുത്തേക്ക് വന്നെത്തി എന്ന് ശ്രീ ശോഭനമഹർഷി പറയുകയാണ്. എന്നിട്ടോ അവിടെ ആ ദേവന്മാര് എന്ന് പറഞ്ഞാൽ ഭൂമി സ്പർശം ഇല്ലാത്തവരാണ്. പക്ഷേ ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാം നശിച്ചു. കാരണം എന്താണ്? താനാണ് ഈ ഭൂമിയുടെ ഒക്കെ അധിപനായിക്കൊണ്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു ധാരണയൊക്കെ എല്ലാം ഇപ്പൊ നശിച്ചു. ഇപ്പം കാരണം താൻ വിചാരിക്കുന്നതൊന്നും അല്ല ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ ആ പൊന്നിൻ കിരീടം അല്ലെ, അവിടെ പറയുന്നു പസ്പർശപാദയോരേനം കിരീടേനാർക്കവർക്ഷസ. ആ ശ്രീപാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് തേജസ്സോടു കൂടിയിട്ടുള്ള കിരീടത്തോടുകൂടി ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം തന്റെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാരങ്ങളും മാലിന്യങ്ങളും മാറി ഇപ്പതാ ശുദ്ധമായി എന്ന് പറയുന്ന ദൃഷ്ടശ്രുതാനുഭാവോസ്യ കൃഷ്ണസ്യാമിത തേജസ നഷ്ടത്രിലോകേശമത. നഷ്ടത്രിലോകേശമതം, ലോകത്തിന്റെയും ഈശനാണ് ഞാൻ എന്നുള്ള ആ മതത്തെ മുഴുവൻ അവിടുന്ന് ഇല്ലാണ്ടായിക്കൊണ്ട് ഇന്ദ്ര ആഹകൃതാഞ്ജലി. അപ്പം ഈ ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ശുദ്ധനായിക്കൊണ്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ സാധിച്ചു. കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ അവിടുന്ന് ഗംഭീരമായിട്ട് സ്തുതിച്ചു. എങ്ങനെയാണ് സ്തുതിച്ചത്? വിശുദ്ധ സത്വം തവധാമശാന്തം തപോമയം ധ്വസ്തരജസ്തമസ്തം മായാമയോയം ഗുണസംപ്രവാഹോ നവിദ്യതേ ഗ്രഹണാനുബന്ധ തേ അഗ്രഹണാനുബന്ധ. അവിടെ പറയുകയാണ് രജോ ഗുണവും തമോ ഗുണവും ഒക്കെ തന്നിൽ നിന്ന് നിശേഷം വെടിഞ്ഞ് ഇന്നിപ്പോ എന്തായി? ഒരു ശുദ്ധ സാത്വിക രൂപത്തില് ശാന്തനായിക്കൊണ്ട്, പിന്നെയോ ശാന്തം തപോമയം ധ്വസ്ത രജസ്തമസ്തം, തപോമയനായി ഇരിക്കുന്നതായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ ആ മായാബന്ധമോ അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ടുള്ള അജ്ഞാനമോ, ഇനി അതല്ല രജസ് തമ സാത്വിക ഗുണങ്ങളിൽ എടുക്കുന്നതായിട്ടുള്ള ഈ ദുഃഖമായ സംസാര ദുഃഖത്തിലേക്കുള്ള ഒരു ബന്ധമോ, ഇതൊന്നും ബാധിക്കാത്തതായിട്ടുള്ള ആ വിശുദ്ധ സത്വസ്വരൂപമായിട്ടുള്ള ഹേ ഭഗവാനെ, അങ്ങേക്ക് ഈ ഗുണങ്ങളെ കൊണ്ടുണ്ടാകുന്ന ലോഭം തുടങ്ങിയതായിട്ടുള്ള വികാരങ്ങള്, ഇതൊന്നും ആ മായാബന്ധങ്ങള് ഇതൊന്നും അങ്ങയെ ബാധിക്കുന്നില്ല. അതിൽ നിന്നുമൊക്കെ വിട്ട് ആ വൃദ്ധിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. അവയൊന്നും അങ്ങയിൽ ഒരിക്കലും ആരോപിക്കപ്പെടാൻ സാധിക്കുന്നില്ല. ഇപ്രകാരമാണ് എങ്കിൽ ആ ഗോവർദ്ധനത്തിന്റെ ഒക്കെ അല്ലെ, ഗോവർദ്ധനം തന്നെ യഥാർത്ഥത്തിൽ മൂർത്തീകരിച്ചതായിട്ടുള്ള ഹേ ഭഗവാനെ, അങ്ങനെ മൂർത്തീകരിച്ചുകൊണ്ട് അങ്ങ് എനിക്ക് ആയിട്ട് സമർപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള ആ യാഗബലികളൊക്കെ അവിടുന്ന് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആർത്തി കൊണ്ടായിരുന്നോ? ലോഭം കൊണ്ടാണോ അങ്ങ് എനിക്ക് വെച്ചതായിട്ടുള്ള ഇതെല്ലാം സ്വീകരിച്ചത് എന്ന് പല ബുദ്ധി മാന്ദ്യമുള്ളവർക്ക് അത് ശങ്കിക്കാം. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്റെ ഉള്ളിലുള്ള അശുദ്ധ വാസനകളെയൊക്കെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് ചെയ്ത ഒരു ലീലയായിരുന്നു ഗുരുവായൂരപ്പ. അതിന്റെ ഉദ്ദേശം അധർമ്മികളെ നിലക്കി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമാണ് അങ്ങ് ചെയ്തത്. അല്ലാതെ ഭക്ഷണത്തിലുള്ള ഒരു അത്യാഗ്രഹം കൊണ്ടോ ഒന്നും അല്ല ഇതിനു വേണ്ടി ഈ ഒരു പർവ്വത യജ്ഞത്തിന് പ്രേരിപ്പിച്ചത് എന്നുള്ളത് എനിക്കിതാ ഇപ്പോൾ മനസ്സിലായി ഹേ ഗുരുവായൂരപ്പ. ഇനി അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാലാണ് തെറ്റ് എന്നുള്ളതും കൂടി പറയേണ്ടി വരും അവിടെ. കാരണം എന്താണ്? ഈ തെറ്റിനെ കാണിക്കേണ്ടതായിട്ടുള്ള ആ ഒരു ധർമ്മബോധം തന്നിൽ നിന്ന് മാറുമ്പോൾ അത് തെറ്റായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ, അത് ചെയ്തില്ലെങ്കിൽ എന്താണ്? ജനങ്ങള് അത് ഭഗവാനെ പഴിക്കുകയില്ലേ? അങ്ങനെ ഒരു ലൗകികമായിട്ടുള്ള ഒരു പ്രയോജനവും കൂടി ഇതാ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് അവതാര പുരുഷന്മാർക്ക് അത്തരം ചിലതെല്ലാം വേണ്ടിവരും
അല്ലെ, ലൗകികമായിട്ടുള്ള രീതിയിൽ ജനങ്ങൾ അതിനെ കാണുമ്പോൾ പല രീതിയിലുള്ള ദുഃഖങ്ങൾ കാണുമെങ്കിൽ പോലും അതിന്റെ ആന്തരികമായിട്ടുള്ള, അതിന്റെ താത്വികമായിട്ടുള്ള ഫലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവര് ചെയ്യുന്നതായിട്ടുള്ള ഓരോ കർമ്മങ്ങളും, ഓരോ അടികളും അത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടേ അതാകുകയുള്ളൂ, ലോക നന്മയ്ക്ക് വേണ്ടി അതാകുകയുള്ളൂ എന്ന് പറയാണ്. അപ്പം അവതാരം കൊണ്ട് ഇത് ഈ രീതിയിൽ, വേണ്ട രീതിയിൽ, ആ രീതിയിൽ അതിനെ സമീപിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാണ്ടാവും. അപ്പൊ ഇതൊന്നും യഥാർത്ഥത്തില് നിർഗുണഭാവത്തിന് ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തില് ഏറ്റവും മഹത്വമായിട്ടുള്ള ഒരു സത്യം. ഇതൊന്നും നിർഗുണമായിട്ടുള്ള ഭഗവാനെ ബാധിക്കുന്നില്ല ഇവിടെ. പിന്നെ എന്താണ് പറയുന്നത്? പിതാ ഗുരുസ്ത്വം ജഗദാമധീശോ ദുരത്യയ കാല ഉപാത്തദണ്ഡ ഹിതായ സ്വേച്ഛാതനുഭിഃ സമീഹസേ മാനം വിധുന്വജ്ജഗദീശമാനിനാം യേ മദ്വിധാജ്ഞാ ജഗദീശമാനിനസ്ത്വാം വീക്ഷ്യകാലേ ഭയമാശു തന്മദം ഹിത്വാര്യമാർഗം പ്രഭജന്ത്യപസ്മയാ ഈഹാഖലാനാം അപി തേനുശാസനം. യഥാർത്ഥത്തില് അങ്ങ് ആരാണ് ശരിക്ക്? ഈ ജഗത്തിന്റെ തന്നെ പിതാവാണ് അങ്ങ്, അല്ലെ? അങ്ങ് ഗുരുനാഥനാണ് അങ്ങ്, ജഗതാമധീശോ, അല്ലെ? ഈ ലോകങ്ങൾക്കെല്ലാം അധിപതിയായിട്ടുള്ള ഈശ്വരനാണ് അങ്ങ്. ആർക്കും ദുരത്യയക്കാല ഉപാത്തദണ്ഡ, ആർക്കും തടുക്കാനാകാത്തതായിട്ടുള്ള കാലശക്തി അത് അങ്ങാണ്. അപ്പം ഒരു കാലത്തിന്, ഓരോ കാലത്തിനും അതിന്റെ ആ അന്തരീക്ഷത്തിന് യോജിക്കുന്ന രീതിയിൽ അങ്ങ് പല രീതിയിലുള്ള ദണ്ഡനീതി ന്യായങ്ങളെ അങ്ങ് ചെയ്യുന്നു. അതാണ് ഉപാത്തദണ്ഡ. അപ്പം ദണ്ഡനീതി ന്യായങ്ങള് അവലംബിച്ചുകൊണ്ട് ഇഷ്ടാനുസരണം അങ്ങ് പല വിധത്തിലുള്ള നാമരൂപങ്ങളെ സ്വീകരിച്ച് ആകൃതിയും രൂപവും ഒക്കെ പ്രകൃതിയോടുകൂടി ചേർന്ന് അതിനെ സ്വീകരിച്ച് ഈ ലോകത്തിന്റെ ആധിപത്യം തങ്ങളിൽ നിക്ഷിപ്തം ആണെന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള അസ്മാദികളായിട്ടുള്ളവരുടെ ദുരഭിമാനത്തെ, അല്ലെ? ഇന്ന് ലോകപാലന്മാരെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഓരോ രീതിയിൽ ഓരോ ദിക്കിക്കൊണ്ടിരുത്തിയിട്ടുണ്ട്. കിഴക്ക് ഇന്ദ്രൻ, പിന്നെ കിഴക്ക് തെക്ക് കോണില് ഈ അഗ്നിയെ കൊണ്ടിരുത്തി. പിന്നെയോ യമനോട് പറഞ്ഞു തെക്ക് ഭാഗം മുഴുവൻ നോക്കിക്കോളാൻ പറഞ്ഞു. നിരുതിയോട് പറഞ്ഞു തെക്കും പടിഞ്ഞാറും ആയിട്ടുള്ള കോണിലുള്ള കാര്യങ്ങൾ മുഴുവൻ നോക്കിക്കോളാൻ പറഞ്ഞു. പടിഞ്ഞാറ് വരുണനോട് പറഞ്ഞു. പിന്നെ പടിഞ്ഞാറ് വടക്കേ മൂലയില് വായുവിനോട് പറഞ്ഞു. വടക്കേ ഭാഗത്ത് സോമനോട് പറഞ്ഞു. ഇനി വടക്ക് കിഴക്കേ ദിക്കിലായിട്ട് അത് ഈശാനായിട്ടുള്ള മഹാദേവനോട് പറഞ്ഞു. പിന്നെയോ ഊർധ്വലോകത്തില് ബ്രഹ്മാവിനോട് പറഞ്ഞു. അധോലോകത്തിൽ ഇതാ അനന്തനോട് പറഞ്ഞു. ഇവരുടെ ഒക്കെ ധാരണ എന്താണ്? ഈ ലോകം മുഴുവൻ ഞങ്ങളുടെ ആണ് എന്ന രീതിയിൽ അങ്ങ് അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? ഉള്ള ഒരു അഭിമാന മതം അവിടെ ഉണ്ടായി. അപ്പം ആ അസ്മാദികളുടെ ദുരഭിമാനത്തെ ഉന്മൂലനം ചെയ്ത് ലോകരുടെ നന്മയ്ക്കായിട്ട് നിലകൊള്ളുന്നതായിട്ടുള്ള ഈ ലോകാധിപത്യത്തിൽ ദുരഭിമാനം കൊള്ളുന്ന ഞാനടക്കം ബാക്കി 9 പേരും കൂടി ഉണ്ട് എന്നർത്ഥം. ചിലരൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടതായിട്ടുള്ള കാലമായ അങ്ങ് ഇപ്പോ ഈ ഒരു സമയത്ത് ഈ രീതിയിൽ ഭഗവാൻ അവിടുന്ന് അവതരിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അപ്പം അങ്ങനെ കാലമായെന്ന് അവിടേക്ക് തോന്നുമ്പോൾ അഭയപ്രദനായിക്കൊണ്ട് ആ നിന്തിരുവടി അവരവരുടെ ഈ ഗർവിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ആ ലോക സംരക്ഷണത്തിന് വേണ്ടി ധർമ്മ സംരക്ഷണത്തിലൂടെ സന്മാർഗത്തിലൂടെ ഞങ്ങളെ നടക്കുവാൻ വേണ്ടി ഇവിടെ അവതരിച്ചിരുന്നു. അങ്ങയുടെ ആ പ്രവൃത്തി, അല്ലെ? ഈ ഖലാനാം അപിതേ അനുശാസനം. അപ്പം അങ്ങയുടെ ആ ഒരു പ്രവൃത്തി ദുർമാർഗികൾക്കായിട്ടുള്ള ഖലന്മാർക്ക് പോലും അത് ശാസനാരൂപത്തിലായിട്ട് അതിനെ ബാധിക്കുന്നു. യഥാർത്ഥത്തില് ഖലന്മാരെ അങ്ങ് വെറുതെ വിടുന്നുണ്ടോ? ഇല്ല. ഖലന്മാരെ പോലും സന്മാർഗത്തിലേക്ക് നയിച്ചു വിടുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ്. അല്ലെങ്കിലോ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ട അധർമ്മികളായിട്ടുള്ള ദുർമാർഗികളെ നിഗ്രഹിക്കുവാനും ഒട്ടും മടിക്കില്ലാത്ത ഒരു പ്രകൃതമാണ് അങ്ങിൽ നിന്നും ഉണ്ടാവുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നു. അപ്പം ലോകത്തിന്റെ സൃഷ്ടികർത്താവും ലോകഗുരുവുമായിട്ടുള്ള അങ്ങ് തങ്ങളാണ് ലോകനാഥന്മാരെന്ന ദുരഭിമാനം വെച്ച് പുലർത്തുന്നവരെ
അതിനുള്ള കാലം, അതിനുള്ള അവസരം വരുമ്പോൾ നിലയ്ക്ക് നിർത്തുവാൻ അങ്ങ് തയ്യാറായി. അത്രയേ ഉള്ളൂ. അങ്ങനെ ലോകരക്ഷയ്ക്കായിട്ട് അങ്ങ് നിലകൊള്ളുന്നതായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. സത്വം മമൈശ്വര്യമതഃപുളതസ്യ കൃതാഗതസ്തേ വിദുഷഃ പ്രഭാവം ക്ഷന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭ്രമൻ ഭ്രമതീ ഭ്രമതീ ഭ്രമതിരീശമേ സതി. ഈശ്വര, തവാവതാരോയം അധോക്ഷജേഹ സ്വയംഭരാണാം ഉരുഭാരജന്മനാം ചമൂപതീനാം അഭവായ ദേവ ഭവായ യുഷ്മൽ ചരണാനുവർത്തിനാം. ഹേ മഹാപ്രഭോ, അല്ലയോ മഹാപ്രഭോ, ഈശ്വര, അങ്ങ് യഥാർത്ഥത്തില് അടിയനെ അനുഗ്രഹിക്കണം അവിടുന്ന്. കാരണം ഈ പല വിധത്തിലുള്ള കർത്തൃബോധം, താനാണ് ഇന്നതിന്റെ തലപ്പത്തിരിക്കുന്ന ആള് എന്നുള്ള ആ ഐശ്വര്യത്തിൽ അഹങ്കരിച്ചവനും യാതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അജ്ഞനാണ് ഞാൻ. അങ്ങയുടെ ആ അതിരേകത്തോടുകൂടി, മഹിമാതിരേകം, എന്താണ് അങ്ങയുടെ പ്രഭാവം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അറിയാത്ത ആളാണ് ഞാൻ. അങ്ങയോട് വലുതായ ഒരു അപരാധം ചെയ്തവനുമായിട്ടുള്ള ഈ എന്റെ വിവേകം അങ്ങ് ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ഇനി ഇത്തരം ഒരു വിവേകം ക്ഷന്തും പ്രബോധാർഹസി മൂഢചേതസോ, ഈ ഒരു മൂഢമായിട്ടുള്ള ചേതസ്, മനസ്സ് എന്നിൽ വന്നു പെട്ടതില് ക്ഷമിക്കണേ. ഞാൻ അവിടത്തേക്ക് വേണ്ടിയിട്ട് എത്രയോ രീതിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാൻ ചെയ്ത ആ പ്രവൃത്തി, അതുകൊണ്ട് ഇനി ഇത്തരം അവിവേകം ഇനി ഒരിക്കലും എൻ്റെ ഉള്ളിൽ തോന്നരുതേ, എൻ്റെ ഉള്ളിൽ തോന്നരുതേ. അതുകൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാത്ത ആളാണ്. അതുപോലെ തന്നെയോ ദേവന്മാരുടെ ദേവനായിട്ടുള്ള, ഇപ്പൊ മനസ്സിലായി ആരാണ് ദേവൻ എന്നുള്ളത്. ഇത്ര നാളും ഞാനാണ് ദേവന്മാരുടെ ശ്രേഷ്ഠനായിട്ടിരിക്കുന്നതാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിലും ഇതിന്റെ മുകളിലും ഒരു ലോകം എന്ന് ആ ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, നാരദ മഹർഷി എന്താണ് വിചാരിച്ചത്? അച്ഛനാണ് യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ഒരു സൃഷ്ടിയുടെ ഒക്കെ കർത്താവ് എന്ന് നാരദ മഹർഷി എന്ന് ചോദിക്കുമ്പം അച്ഛൻ പറയും, മോനെ, എന്റെ മുകളിലും ഒരു ലോകമുണ്ട് എന്ന് പറയുമ്പോൾ നാരദ മഹർഷി അന്ന് സ്തബ്ധിച്ചു നിൽക്കുന്നത് പോലെ കാണാത്ത ഒരു പ്രപഞ്ചം, ശക്തി ഉണ്ട് എന്നുള്ള ഒരു ആ കേവലം ദേവനായിക്കൊണ്ട് ഞാൻ അഹങ്കരിച്ചെങ്കിൽ അങ്ങയുടെ ഈ ഒരു അവതാരോദ്ദേശം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേവലം ഈ ഉദരം വയറ് നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ശ്വാസോച്ഛ്വാസം മാത്രം നടത്തുന്ന ജന്തുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവിടെയുള്ള ഭൂമിയുടെ ഭാരത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. ഈ ഭൂഭാരം വർദ്ധിക്കുന്നതിന് കാരണം എന്താണ്? ഇതുപോലെ അഹങ്കാരം മതിച്ച് ജനങ്ങള് പല വിധത്തിലുള്ള ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭൂമിക്ക് ഭാരം കൂടുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഭൂമിയുടെ ഭാരം തീർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ദുർമാർഗങ്ങൾ നയിച്ച് നടക്കുന്നവരെയൊക്കെ ഇല്ലാണ്ടാക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് ധാരാളം ആ ഇങ്ങനെ ഭൂഭാരം വർദ്ധിപ്പിക്കുന്നവരും ധാരാളം സൈന്യശേഖരം നടത്തിയവരുമായിട്ടുള്ള ആ ദുഷ്ട രാജാക്കന്മാരുടെ നാശത്തിനും ഒക്കെ കാരണമാണ് ഭൂമി ഇന്ന് ഭാരത്തെ ചുമക്കുന്നത് എങ്കിൽ ആ നാശത്തിനും അതേ സമയം ഇത് ഒരു ഭാഗത്ത് നടക്കുന്നു. അതേ സമയത്ത് അവിടുത്തെ പാദപത്മത്തില് ചമൂപതീനാം അഭവായ ദേവ ഭവായ യുഷ്മൽ ചരണാനുവർത്തിനാം, ഇങ്ങനെ ഭൂമിക്ക് ഭാരമാകുന്നവരെക്കായാലും ഉപരിയായിക്കൊണ്ട് ആ ശ്രീപാദ സേവാനിരതന്മാരായിട്ടുള്ളവരുടെ അവരുടെ ശ്രേയസ്സോടുകൂടി അങ്ങനെയുള്ള ആൾക്കാരും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. അപ്പം ഭൂഭാരം വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ചമൂപതികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഭയം. എന്നാ തൃപ്പാദ സേവ നടത്തുന്നവരോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭയം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ ഭഗവാൻ, രണ്ടുപേർക്ക് രണ്ട് രീതിയില്. ദുഷ്ടന്മാരായിരുന്നവർക്ക് അവർക്ക് ഭയവും, പിന്നെയോ സജ്ജനങ്ങളായിട്ടുള്ള ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭയവുമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് നരസിംഹസ്വാമിയെ കണ്ടിട്ട് പ്രഹ്ലാദന് ഒരു കുലുക്കം പോലും ഇല്ല. ദേവന്മാര് പോലും കണ്ടിട്ട് പേടിച്ചു പോയി എന്നർത്ഥം. അപ്പൊ സജ്ജനങ്ങളുടെ മഹത്വം എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരേ വ്യക്തിയിൽ നിന്നാണ് രണ്ട് ഭാവങ്ങൾ ഉണ്ടാവുന്നത് അവിടെ. അപ്പം ശിഷ്ടന്മാരായിട്ടുള്ളവർക്ക് അഭയമാണെങ്കിൽ അത് ദുർമാർഗികളായിട്ടുള്ള ദുഷ്ടന്മാർക്ക്
ഭയം ആയിട്ടാണ് അങ്ങയുടെ ഈ ഒരു അവതാരോദ്ദേശം. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, ദേവ എന്ന സംബുദ്ധിയില് ഈ ദിക്കുകളുടെയൊക്കെ ദിക്കുകളുടെയൊക്കെ ദേവന്മാരെ എന്നുള്ള രീതിയിലുള്ള ഒരു അഹങ്കാരത്തെ അവിടുന്ന് ശമിപ്പിച്ചു. അവിടുന്ന് പിന്നീട് ആ പാദങ്ങൾ വീണങ്ങ് നമസ്കരിക്കുകയാണ്. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സത്വതാംബതയേ നമ. ഭഗവാനും പിന്നെയോ പുരുഷായ മഹാത്മനെ, പരമപുരുഷനും മഹാത്മാവും വാസുദേവനും കൃഷ്ണനും പിന്നെയോ സാത്വികമായിട്ടുള്ള ബുദ്ധിയുടെ, സാത്വികരുടെ നാഥനുമായിട്ടുള്ള സാത്വതാംബതയെ, സാത്വിക ഗുണത്തിലുള്ള സാത്വികരുടെ നാഥനുമായിട്ടുള്ള അങ്ങയുടെ പാദങ്ങൾ ഞാൻ നമസ്കരിക്കുന്നു. സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധ ജ്ഞാനമൂർത്തയെ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമ. പിന്നെയോ സ്വച്ഛന്തോപാത്തദേഹായ, ഓരോരോ ശരീരങ്ങള്, അല്ലെങ്കിൽ ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ അവതാരങ്ങൾ സ്വീകരിക്കുന്നവനും, പിന്നെയോ കേവലം എന്തിനു വേണ്ടാണ്? വിശുദ്ധ ജ്ഞാനമൂർത്തയെ, കേവല ജ്ഞാനമാകുന്ന ഒരു സ്വരൂപം, വിശുദ്ധമായിട്ടുള്ള ആ ജ്ഞാനസ്വരൂപനായിക്കൊണ്ട്, പിന്നെയോ സ്വരൂപത്തോടു കൂടിയവനും, പിന്നെ സർവസ്മൈ സർവബീജായ, സർവസ്വരൂപനായവനും, അതായത് പ്രപഞ്ചത്തിലെ ഓരോന്നും എന്താണ്? ഭഗവാന്റെ രൂപാന്തരങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രീതിയില് സർവസ്മൈ. ഇനിയോ ഇതിന്റെയൊക്കെ സർവബീജായ, എല്ലാത്തിന്റെയും ബീജം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണഭൂതനായിട്ടുള്ള, എല്ലാത്തിനും കാരണമായിട്ടുള്ള സർവഭൂതാത്മനേ നമ. എല്ലാവരുടെയും ഉള്ളില് നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? ആ ആത്മചൈതന്യം, അങ്ങയുടെ ഒരു ചൈതന്യം മാത്രമാണ്. ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ പാദങ്ങൾ ഞാൻ നമസ്കരിക്കുന്നു. മയേദം ഭഗവൻ ഘോഷൻ നാശായ ആസാരവായുഭി ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിനാ തീവ്രമന്യുനാ. അവിടെ പറയുന്നു, അടിയന്റെ ഈ യജ്ഞം മയേദം ഭഗവാൻ ഗോഷ്ഠൻ നാശായ ആസാരവായുഭി, ഈ അടിയന് വേണ്ടിയിട്ട് നടത്തിയതായിട്ടുള്ള യജ്ഞം മുടക്കിയപ്പോൾ ദുരഭിമാനിയായിട്ടുള്ള എനിക്ക് വല്ലാത്തൊരു ദേഷ്യം വന്നു, കോപാവേശം ഉണ്ടായി. അതുകൊണ്ട് ആ ഗോകുലം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിനാ തീവ്രമന്യുനാ, ആ ഗോകുലം നശിപ്പിക്കുവാൻ വേണ്ടി കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ വിതറി, ഇങ്ങനെയുള്ള സകല അപരാധങ്ങളും ഞാൻ ചെയ്തിരിക്കുന്നു ഗുരുവായൂരപ്പ. അങ്ങനെയുള്ള അങ്ങ് എന്റെ ഈ ഒരു പരിശ്രമം വിഫലമാക്കിയതോടുകൂടിതാ ഇപ്പോ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള എല്ലാ തെറ്റിദ്ധാരണകളും, ആ അഹങ്കാരങ്ങളും, അഭിമാനത്തിന്റെ മതം എല്ലാം ഇന്നിതാ നശിപ്പിച്ചിരിക്കുന്നു. ഞാൻ അനുഗ്രഹീതനായി. മാനിനാ തീവ്രമന്യുനാ. അതുകൊണ്ട് ത്വയേശാനുഗൃഹീതോസ്മി, അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തില് ധ്വസ്തസ്തംഭോ വ്യഥോദ്യമ ഈശ്വരം ഗുരുമാത്മാനം ത്വാമഹം ശരണം ഗത. അതുകൊണ്ട് ഈശ്വരനും ഗുരുവും, പിന്നെയോ ഇന്നലെ നമ്മൾ പറഞ്ഞു ഗുരുനാഥൻ ആരാണെന്ന് പറഞ്ഞു. ആരാ ഗുരുനാഥൻ? നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കുന്ന, നമ്മളുടെ ഉള്ളില് വർദ്ധിക്കുന്നതായിട്ടുള്ള ആത്മചൈതന്യം. അപ്പൊ അങ്ങനെയുള്ള ആ ആത്മചൈതന്യമായിക്കൊണ്ട് ശോഭിക്കുന്നത് നിന്തിരുവടിയെ ഞാനിതാ സർവാത്മന ഞാൻ അവിടുന്ന് ശരണം പ്രാപിക്കുന്നു. എന്റെ ഉള്ളിലുള്ള ആ ആത്മചൈതന്യമായിട്ടും ഗുരുനാഥനായിട്ടും ഈശ്വരനായിട്ടും വർത്തിക്കുന്നതായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങനെ ആ ദേവേന്ദ്രന്റെ നമസ്കാരവും അതിന് ശേഷം ആ ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നു, ഏവം സങ്കീർത്തിത കൃഷ്ണോ മഖോന ഭഗവാനമും മേഘഗംഭീരയാവാച പ്രഹസന്നിതം അബ്രവീർ. ഇതങ്ങ് കേട്ടതോടുകൂടി ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ വെറുതെ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തന്റെ കർണപുടങ്ങള് പൊട്ടുമാറ് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഘനസ്വരങ്ങളിലൂടെയായിരുന്നു ഭഗവാന്റെ വാക്കുകൾ കേട്ടതെന്ന് പറയാം. അവിടെ ഏവം സങ്കീർത്തിത കൃഷ്ണോ മഖോന ഭഗവാനമും മേഘഗംഭീരയാവാച, മേഘങ്ങളെ പോലും വിറപ്പിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് ആർക്കനുഭവപ്പെട്ടു? അത് ഈ ദേവേന്ദ്രന് അനുഭവപ്പെട്ടു എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ സാധാരണ ഒരേ ഭാഷയിലേ സംസാരിക്കാറുള്ളൂ. പക്ഷേ അത് ദുഷ്ടന്മാർക്കത് എന്താവും? മേഘഗംഭീരയാവാച. ശിഷ്ടന്മാരായിട്ടുള്ളവരോ
അമൃതവാണിയായിട്ട് വരും അല്ലെ. കർണരസായനം ഇവിടെ പറയുന്നു, മേഘഗംഭീര, ഇടിമുഴക്കം പോലെ ഗംഭീരമായിട്ടുള്ള ഒരു വാക്ക് കൊണ്ട് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയാണ്. അപ്പം ഭഗവാൻ എന്താ പറഞ്ഞ, മയാ തേ കാര്യമഖവൻ മഖഭംഗോനു ഗൃഹതാ മതനു സ്മൃതയേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാഭൃശം. പിന്നെ ദേവേന്ദ്രന്റെ സ്തുതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ എന്തായി, എല്ലാ അഹങ്കാരവും നശിച്ചു, അപരാധങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അവിടെ ഞാൻ ചെയ്തതൊക്കെ അപരാധമാണ് ഹേ ഗുരുവായൂരപ്പ, അല്ലെ. നമുക്കൊക്കെ അറിയാമല്ലേ, അച്ഛനമ്മമാരുടെ അടുത്തുനിന്ന് തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇന്ന തെറ്റൊക്കെ ചെയ്തു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് അച്ഛന്റെ അടുത്തേക്കും അമ്മയുടെ അടുത്തേക്കും വന്ന് ആ താൻ ചെയ്ത് പോയ തെറ്റിനെ മാപ്പ് പറയാൻ വേണ്ടിട്ട് എന്ന് പറയുമ്പോൾ തിരിച്ച് അച്ഛനിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരിക്കലും ആ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം അത്ര മാധുര്യമായിട്ട് തോന്നില്ല, അല്ലെ. നീ എത്ര ലാളിക്കുകയാണെങ്കിലും എത്ര സന്തോഷത്തോടു കൂടി സമാധാനിപ്പിക്കാൻ പറയുകയാണെങ്കിൽ പോലും ഒരു കുറ്റബോധം ഉള്ളിൽ തരും, അല്ലെ. താൻ ചെയ്ത അപരാധത്തിന് കുറ്റബോധം. ഈ കുറ്റബോധമാണ് ഇടിമുഴക്കം പോലെ ഭഗവാന്റെ വാക്കുകളായിട്ട് ആ ഇന്ദ്രന് തോന്നുന്നത്. ഭഗവാൻ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പം ഇതിനോട് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേ തന്റെ ഉള്ളില് ഈ ഒരു കുറ്റബോധം കിടക്കുന്നതുകൊണ്ട് ഇടിമുഴക്കം പോലെ തോന്നുന്നു. പറഞ്ഞോടെ, ഇടിമുഴക്കം പോലെ ഗാംഭീര്യമായിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെയാണ് ഇന്ദ്രൻ അത് കേട്ടത്. ഹലയോ ഇന്ദ്ര, എന്താണ്, മയാത്തെ ഏകാരി മഖവൻ. മഖവൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ. അപ്പം ദേവേന്ദ്രനാണ് ഈ ലോകപാലന്മാരില്, അല്ലെ, കിഴക്കേ ദിക്കിന്റെ അധിപൻ എന്നുള്ള ഒരു ധാരണ അങ്ങനെയുള്ള രീതിയില് ഒരു അഹങ്കാരിയാക്കി മാറ്റി അങ്ങേ യഥാർത്ഥത്തില്. അപ്പം അതൊന്ന് ശമിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു തോന്നൽ അങ്ങയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ആഗ്രഹിച്ചു ഇന്ദ്ര എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്കറിയാം, അല്ലെ, എത്ര കണ്ട് നമ്മളോട് വിനയാന്വിതനായിട്ട് പറഞ്ഞാൽ പോലും ഇതൊക്കെ ഇങ്ങനെ കൂർത്ത ശരങ്ങൾ എന്ന് തന്റെ ഈ മനസ്സിലേക്ക് കുത്തുന്ന പോലെയാണ് ഭഗവാൻ അവിടെ പറയുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് എന്നും എന്റെ ഒരു സ്മരണ ഉണ്ടാവണമെന്ന് ഞാനൊന്ന് മോഹിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം എന്താണ്, ഇപ്പൊ ദേവേന്ദ്രനോട് ഈ അഹങ്കാരം മുഴുവൻ മാറ്റി നമസ്കരിച്ച ആളാ ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റുമോ? ദേവേന്ദ്ര, അങ്ങ് എന്നെ ഒന്ന് സ്മരിക്കണമെന്ന് ഞാൻ മോഹിച്ചു പോയിന്ന്. അപ്പം ഇതൊക്കെ കുറ്റബോധത്തോടു കൂടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ 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 ശസ്ത്രങ്ങൾ വന്ന് തന്റെ മനസ്സിൽ പതിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്മരണ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ യഥാർത്ഥത്തില് അവിടെ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് യജ്ഞത്തെ തടഞ്ഞതൊക്കെ. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഐശ്വര്യം വന്നോട്ടെ, നമുക്ക് എന്തൊക്കെ സമ്പത്തുണ്ടായിക്കോട്ടെ, ഇതിൽ നിന്നും ഒരിക്കലും ഹേ ഇന്ദ്ര അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അന്ധതയെ നമ്മൾ സ്വീകരിക്കരുത്, അല്ലെ. ഈ ഐശ്വര്യത്തിലും സമ്പത്തിലും ഒക്കെ നമ്മൾ അഹങ്കരിച്ച് ഈ കണ്ണിന് തിമിരം ബാധിച്ചവന് നമ്മെ ദർശിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല, അല്ലെ. അങ്ങനെ ഒരു തിമിരം വന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദേവേന്ദ്ര എന്നെ കാണാൻ അങ്ങേക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങേക്ക് എന്നെ കാണണമെന്ന് ഞാനൊന്ന് മോഹിച്ചു പോയി. അത്രേ ഉള്ളൂ. ഞാനൊന്ന് മോഹിച്ചു, അങ്ങയുടെ ആ കണ്ണിലെ തിമിരം ഒന്ന് കളയുവാൻ വേണ്ടി ഞാനൊന്ന് മോഹിച്ചു. അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ആദ്യമായി അവരുടെ ആ സമ്പത്താദ്യം, അല്ലെ, സമ്പത്ത് മുതലായവയൊക്കെ ഞാൻ നശിപ്പിക്കും. അതിന് നല്ലൊരു ദൃഷ്ടാന്തമാണ് നമ്മള് അഷ്ടമസ്കന്ധത്തില്, അല്ലെ, ഇന്ന് ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ ആഘോഷിച്ചു, അല്ലെ. അങ്ങനെ ഒരു എന്താണ് അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കിയത്. ആദ്യം എന്താ ചെയ്യുന്നത്, മഹാബലിയിലുള്ള ആ ഐശ്വര്യം കൊണ്ടാണ് ഈ ഒരു മതം വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഐശ്വര്യത്തെ ആദ്യം ഭഗവാൻ അങ്ങോട്ട് സ്വീകരിക്കും. അപ്പൊ ഇനിയും ഈ പ്രകരണം കൊണ്ടൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ദാരിദ്ര്യത്തിലേക്ക് നമ്മൾക്ക് ഉപ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വന്നു വിചാരിച്ചാൽ മതി. എന്തെങ്കിലും, അല്ലെ, കുന്തിദേവി പറയാറില്ലേ, എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ എന്തായി, അത് ഭഗവാൻ നമ്മളെ മനസ്സിലാക്കി തുടങ്ങി, അല്ലെ. നമ്മൾ പറയാറില്ലേ, വിമർശനങ്ങളിൽ നിന്നാണ് വിജയത്തിന്റെ ചവിട്ടുപടി എന്ന് പറയും. ചിലര് വിമർശിക്കുമ്പോഴത്തേക്കും ആകെ അങ്ങോട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. വിമർശിക്കുന്നത് എന്തുകൊണ്ടാ, നമ്മളെ കുറിച്ച് അവൻ ചിന്തിച്ചില്ലേ നമ്മളെ കുറിച്ച്. അതുകൊണ്ടാണല്ലോ അവന് വിമർശിക്കാൻ സാധിച്ചത്. അതെന്തേ അപ്പൊ നമ്മളെ കുറിച്ച് വിമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ്. അപ്പം നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടായാലും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഗോവർദ്ധന ചരിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്.
അല്ലെങ്കിൽ ഈ ദേവേന്ദ്രന്റെ സ്തുതിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് പറയാണ്. എന്തായാലും ആ മഹാബലിക്ക് കൊടുത്തതായിട്ടുള്ള ദൃഷ്ടാന്തത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പറയുകയാണ് ദേവേന്ദ്രനോട്, ഇതൊരു ശാസന ഇപ്രകാരമാണ്, നിങ്ങളെല്ലാവരും തീരെ അഹങ്കാരം കൂടാതെ ഓരോരുത്തർക്കും നിശ്ചയിച്ചതായിട്ടുള്ള സ്ഥാനങ്ങളിൽ ലോകപാലന്മാരായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട വിധം അത് എന്താണ് കർത്തവ്യനിരതനായിക്കൊണ്ട് ആ കർമ്മങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ അത് ചെയ്യാൻ സാധിക്കണം. അതില് ഒരിക്കലും മറ്റൊരാളുടെ അന്യരുടെ എന്താണ് ഇതില് കൈകടത്താത്ത രീതിയിൽ ആ നമ്മളുടെ നിർദ്ദേശം വേണ്ട രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ നന്മ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ദേവേന്ദ്ര, ഇനിയോ ദേവകാര്യത്തിന് യഥാർത്ഥത്തില് ഇപ്പോ ദേവന്മാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണനായിട്ട് ഇവിടെ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചതാണ് എന്ന് ഇന്ദ്രൻ അറിയാം. എന്നാലും ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ഇത് തന്നെയാ ബ്രഹ്മാവൻ ചെയ്തത്, അല്ലേ? ഇത് തന്നെ ബ്രഹ്മാവൻ ചെയ്ത് ബ്രഹ്മാവിനും കാണിച്ചു കൊടുത്തു. ബ്രഹ്മാവെ വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനെ ഒരു ചിന്ത പോലും നമ്മളുടെ ഉള്ളിൽ ഉദിക്കരുത്. അതാണ് നമുക്ക് കാണിച്ചു തരുന്നതെന്ന് പറയാണ്. അപ്പൊ പരീക്ഷിക്കുവാൻ മുതിർന്നതാണ് അഹങ്കാരം. അപ്പം ഇതിന് പുറമെ വല്ലവരും തപസ് ചെയ്യുമ്പോൾ അത് മുടക്കുക, അതുപോലെ തന്നെയോ അശ്വമേധം ചെയ്യുമ്പോ അശ്വമേധം നടത്തുമ്പോഴത്തേക്കും ആ കുതിരയൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ട് വരിക, അല്ലെ, ആകാശത്തേക്ക് അപഹരിക്കുക, ഇങ്ങനെയുള്ള വിക്രിയകളൊക്കെ ഇന്ദ്ര അങ്ങ് കാണിക്കുന്നുണ്ട്. അവയെല്ലാം ആ ചെയ്തതെല്ലാ അപരാധങ്ങളെയും ഒക്കെ ഇല്ലാണ്ടാക്കണം അങ്ങയുടെ ഉള്ളിൽ നിന്ന് എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. ഇതായിരുന്നു എന്റെ ലക്ഷ്യം, ഭഗവാന്റെ ലക്ഷ്യം എന്ന് പറയാണ്. അപ്പം ഈ നിർദ്ദേശം എന്താണ് മറ്റു ലോകപാലന്മാരും ശ്രദ്ധിച്ചതായിട്ട് ഇനി നമുക്ക് പല പ്രകരണങ്ങൾ കാണാൻ സാധിക്കും. വരുണന്റെ അടുത്ത് ഭഗവാൻ പോകുന്നുണ്ട്, അഗ്നിയുടെ അടുത്ത് ഭഗവാൻ പോകുന്നുണ്ട്, ബ്രഹ്മാവിന്റെ അടുത്ത് ഭഗവാൻ പോകുന്നുണ്ട്, ഇല്ലേ? ഓരോരുത്തരെയും പാഠം പഠിപ്പിക്കുന്നുണ്ട്. വായുവിന്റെ അടുത്ത് ഭഗവാൻ പോകുന്നുണ്ട്, അല്ലേ? വായു അല്ലേ തൃണാവർത്തൻ, വായുവായിട്ടാണ് തൃണാവർത്തൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരെയും പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ അവിടെ കാണിച്ചു കൊടുക്കുന്നു. അതിന് ഉള്ള ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിക്കാം. എന്തായാലും ഇനി നമ്മൾ രംഗം ഒന്ന് മാറുകയാണ്. ഇനി അടുത്ത ആളുടെ അടുത്തേക്ക് പോവാണ്. ആരാണ്? സുരഭി മാതാവ്, അല്ലെ? അങ്ങനെ ആ സുരഭിയും ഇന്ദ്രനും ഒരുമിച്ചതാണ് വന്നത്. ഒരാളെന്താണ്? ഒരാള് ദുഃഖം കൊണ്ട് വരുന്നു, ഒരാള് സന്തോഷം കൊണ്ട് വരുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. എവിടുന്നാ വരുന്നത്? ഒരേ സ്ഥലത്തു നിന്നാ വരുന്നത്. സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് രണ്ടുപേരും വരുന്നത്. ഒരാള് സന്തോഷത്തോടു കൂടി വരുന്നു, ഒരാള് താൻ ചെയ്തതായിട്ടുള്ള കുറ്റബോധത്തോടു കൂടി വരുന്നു. ഇത്രയേ വ്യത്യാസമുള്ളൂ. രണ്ടുപേരും ഒരാളുടെ അടുത്തേക്ക് തന്നെ വരുന്നു, അല്ലെ? നമുക്ക് നോക്കാം. ഇന്ദ്രൻ ജാള്യതയോടുകൂടി, അല്ലെ, ആ ക്ഷമാപണത്തിന് തന്റെ വംശത്തിന് സംരക്ഷണം നൽകിയതിന് വേണ്ടിയിട്ട് ഭഗവാനെ നന്ദിപൂർവം ഇന്ദ്രന്റെ വരവ് അതിനു വേണ്ടിയിട്ടാണെങ്കിൽ ഈ എന്താണ് സുരഭി മാതാവായിട്ടുള്ള കാമധേനു എന്തിനാണ്? തന്റെ വംശമായിട്ടുള്ള ആ പശുക്കളെ സംരക്ഷിച്ചതായിട്ടുള്ള ആ ഭഗവാനെ ഒന്ന് ആരാധിക്കണം എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി സുരഭി മാതാവിന്റെ വരവ്. അഥാഹ സുരഭി കൃഷ്ണം അഭിവന്ദ്യ മനസ്വിനി സ്വസന്താനൈരുപാമന്ത്ര്യ ഗോപരൂപിണമീശ്വരം. ഇപ്പം ഭഗവാൻ ഇന്ദ്രനെ ഇപ്രകാരം നിർദ്ദേശം നൽകിയതോടുകൂടി സുരഭി മാതാവ് കാമധേനു തന്റെ സന്താനങ്ങളോടുകൂടി അവിടെ ഭഗവാനെ സമീപിച്ച് അല്ലയോ കൃഷ്ണ എന്ന് സംബോധന ചെയ്തുകൊണ്ട് കൃഷ്ണമഭിവന്ദ്യ മനസ്വിനി അവിടുന്ന് പറഞ്ഞു. അവിടെ സംബോധന കൃഷ്ണ എന്നുള്ളതാണ്. ഇനി അവിടുന്ന് ഗോവിന്ദൻ എന്നുള്ള പേരിൽ ഇനി സജ്ഞ അടുത്ത കാമധേനുവിന്റെ ആ സന്താനങ്ങളാൽ എന്താണ് പശുക്കള് ആ പശുക്കളാണ് യഥാർത്ഥത്തിൽ കാമധേനുവിന്റെ സന്താനങ്ങൾ എന്ന് പറയുന്നത്. ആ പശുക്കളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇന്നിപ്പം ഗോവർദ്ധന യാഗം നടത്തിയെന്ന് വേണേ പറയാം, അല്ലേ? അതാണല്ലോ ഏറ്റവും പ്രധാനം. നന്ദഗോപര് ഈ യാഗം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഡ്യൂട്ടി, അല്ലെ? അപ്പം എന്റെ സന്താനങ്ങളെ രക്ഷിക്കുവാനായിട്ട് വന്ന അങ്ങയുടെ അവതാരത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ള രീതിയില്. അതുപോലെ തന്നെ കാമധേനുവിന്റെ മകളാണ് നന്ദിനി എന്നുള്ളൊരു ഭാഷയിൽ പലയിടത്തും കാണാം. കാളിദാസന്റെ രഘുവംശത്തിലൊക്കെ പറയുന്നുണ്ട് അവിടെ.
ഈ നന്ദിനി സുതാം തദീയം സുരഭേ എന്നവിടെ നന്ദിനി എന്നൊക്കെ പറയും. എന്തായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് പശുവൃന്ദങ്ങളെ മുഴുവൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സുരഭി ഗംഭീരമായിട്ട് ഭഗവാൻ അവിടുന്ന് സ്തുതിച്ചു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാലോകനാഥേന സനാഥാവയമച്യുത. അനാഥകളായിട്ടുള്ള ഞങ്ങളെ ഞങ്ങൾക്ക് ഇന്നിപ്പോ ഒരു നാഥത്വം അങ്ങ് തന്നിരിക്കുന്നു. തൊന്ന പരമകം ദൈവം തൊന്ന ഇന്ദ്രോ ജഗൽപതേ ഭവായ ഭവഗോ വിപ്ര ദേവാനാം യേച സാധവ. യഥാർത്ഥത്തില് ഇന്ദ്രൻ ആരാണ്? ശരിക്കും അങ്ങാണ് ഇന്ദ്രൻ. ഞങ്ങളുടെ ഒക്കെ ഈ ദേവന്മാരുടെയും മുകളില്, ഈ ബ്രഹ്മലോകത്തിന്റെയും മുകളിലാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഗോലോകത്തെ ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ ആ ഗോലോകം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്വർഗം എന്ന് പറയുന്നത്, ഗോലോകം എന്ന സ്വർഗത്തിനും മുകളിലുള്ള ഒരു ലോകം, ഭഗവാന്റെ ലോകം. അങ്ങനെ മഹായോഗിയും വിശ്വത്തിന്റെ ആത്മാവും അതുപോലെ വിശ്വത്തിന്റെ ഈ സൃഷ്ടിസ്ഥിതി ലയാ കാര്യങ്ങൾ അവസ്ഥാത്രയത്തിന് കാരണഭൂതനമായിട്ടുള്ള, ഒരിക്കലും നാശം സംഭവിക്കാത്തയാള്, ഷഡ്ഭാവരഹിതനായിട്ടുള്ള ഹേ ശ്രീകൃഷ്ണ ഭഗവാനെ, അവിടുത്തെ ലോകനാഥനായിട്ടുള്ള അങ്ങ് അടിയങ്ങൾക്കെല്ലാം ഇന്ന് എന്താണ് ഞങ്ങളൊക്കെ സനാഥകളാക്കി അല്ലേ, ഞങ്ങളുടെ നാഥനാണ് അങ്ങ്. അങ്ങനെ അടിയങ്ങള് ഒരിക്കലും അനാഥരല്ല, സനാഥരാണ് എന്ന് ഇന്ന് ഉണർത്തിച്ചു അങ്ങ്. അതുകൊണ്ട് ലോകനാഥനായിട്ടുള്ള അങ്ങ് അടിയങ്ങളുടെ പരദേവത കൂടിയാണ്. ഞങ്ങളുടെ ഗോക്കള്, ബ്രാഹ്മണര്, അതുപോലെ ദേവന്മാര്, മറ്റ് സജ്ജനങ്ങള്, ഇവരുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടി അങ്ങ് ആ ഗോക്കളുടെ ഇന്ദ്രനായിട്ട് മാറി. ഗോവിന്ദൻ എന്നുള്ളത് ഗോക്കളുടെ ഇന്ദ്രനായിട്ട് മാറി എന്നാണ് അവിടെ ശരിക്കും. ഗോവിന്ദൻ എന്നൊരു പേര് സുരഭി മാതാവ് കൊടുത്താണ് അല്ലെ, അമ്മ കൊടുത്ത പേരാ ശരിക്കും, സുരഭി മാതാവ് കൊടുത്ത പേരാണത്. അപ്പം അല്ലയോ ലോകത്തിന്റെ ആത്മാവായിട്ടുള്ളവനെ, അങ്ങ് ഈ ഭൂഭാരം നശിപ്പിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് അവിടെ അവതരിച്ചത്. അടിയങ്ങളെ ഇവിടേക്ക് അയച്ചു വിട്ടതാരാണ് യഥാർത്ഥത്തില് അല്ലെ? ആരാ? ബ്രഹ്മദേവനാണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പോയി കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ അടിയങ്ങളുടെ ഇന്ദ്രനായിക്കൊണ്ട് അങ്ങേ ഞങ്ങൾ ഇത് അഭിഷേകം ചെയ്യുവാൻ പോവുകയാണ് അല്ലെ. ഇത്രയും കാലം പൃഥുവിനെ കാണുമ്പോഴും ഋഷഭദേവനെ കണ്ടപ്പോഴൊക്കെ ഇന്ദ്രപദവിയിൽ ഒരു മതം അല്ലെങ്കിൽ ഒരു പേടി ആർക്കുണ്ടായി? ദേവേന്ദ്രനുണ്ടായി. എന്റെ പദവി നഷ്ടപ്പെടുവോ എന്നുള്ള രീതിയിലൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പേടിയില്ല. ഇന്ദ്രന്റെ പേര് തന്നെ മാറ്റി ഇവിടെ. ഇനിയിപ്പോ ഇന്ദ്രൻ ആരാണ്? ഇനി ഞങ്ങൾ അങ്ങേ ഗോവിന്ദ, ഗോക്കളുടെ ഇന്ദ്രനായിക്കൊണ്ട് ഞങ്ങളിതാ അഭിഷേകം ചെയ്യുകയാണെന്ന് സുരഭി മാതാവ് അവിടുന്ന് പറഞ്ഞു. ഇങ്ങനെ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിപ്പയസാത്മന ജലൈരാകാശഗംഗായ ഐരാവതകരോദ്ധൃതൈ. അതിനു വേണ്ടിയിട്ട് സ്വർഗത്തിൽ നിന്നും ഐരാവതത്തെ കൂട്ടി ആ ഐരാവതത്തിന്റെ തുമ്പിക്കൈയിൽ നിറച്ച വെള്ളം ആയിട്ടാണ് ആകാശഗംഗയെ കൂടി കൂട്ടിക്കൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. നോക്കൂ, ആകാശഗംഗ എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം ആണ്, ഭഗീരഥനാണ് യഥാർത്ഥത്തില് അല്ലെ ആ തീർത്ഥത്തെ നമ്മളുടെ ഭൂമിയിലേക്ക് സുഖമായിട്ട് നമുക്കൊക്കെ അനുഭവിക്കാൻ പാകത്തിന് ഈ ആകാശത്തിലൂടെ ഒഴുകിയതായിട്ടുള്ള ആ തീർത്ഥത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള ഭഗീരഥൻ. അങ്ങനെ ആ ഭഗീരഥൻ ഭൂമിക്ക് എങ്ങനെയാണോ കൊണ്ടുവന്നത്, അതേപോലെ ആ ആകാശഗംഗയെ ആ തുമ്പിക്കൈയിൽ നിറച്ചു കൊണ്ട് ഐരാവതം അവിടുന്ന് കൊണ്ടുവന്നു. ഇന്ദ്രസ്തുർഷഭിസാകം നോദിതോ ദേവമാതൃഭി അഭ്യഷിഞ്ചദാശാർഹം ഗോവിന്ദ ഇതിജാഭ്യതാൽ. അപ്പം കാമധേനു ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചു. ഗോക്കളുടെ ഇന്ദ്രനായിക്കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ പോവുകയാണ് എന്ന് ഉണർത്തിച്ചുകൊണ്ട് തന്റെ ദിവ്യമായിട്ടുള്ള തനിക്ക് അല്ലെ മറ്റ് മക്കളോട് വാത്സല്യം കൂടുമ്പോൾ അമ്മയുടെ ഒക്കെ അകിടുകൾ ചുരത്തുമ്പോൾ ഉണ്ടാകുന്ന നിർമ്മലമായിട്ടുള്ള കാപട്യമില്ലാത്ത എന്താണ് ശുദ്ധമായിട്ടുള്ള ആ ഒരു വലിയൊരു ദിവ്യ ഔഷധമായിട്ടുള്ള ആ ഒരു പാല് ഭഗവാനായിട്ട് ആ ദിവ്യ ഔഷധത്തെ കൊണ്ട് ഭഗവാനെ അഭിഷേകം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പിന്നീട് ദേവന്മാരുടെ അമ്മമാരായിട്ടുള്ള അതിഥി മുതലായ ദേവമാതാക്കന്മാരുടെ പ്രേരണയോടുകൂടി ദേവേന്ദ്രൻ മറ്റു ദേവന്മാര് അതുപോലെ തന്നെ ഇന്ദ്ര സുരഷിഭിസാകം മറ്റു ഋഷീശ്വരന്മാര് നോദിതോ ദേവമാതൃഭി അഭ്യഷിഞ്ചത. അപ്പം ദേവന്മാര് നാരദാദി ഋഷീശ്വരന്മാര് എന്നിവരുടെ ഒക്കെ സാന്നിധ്യത്തില്
ആ ഐരാവതം തന്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്നതായിട്ടുള്ള ആ ആകാശ ഗംഗാജലം കൊണ്ട് ആ ഭഗവാനേതാ അഭിഷേകം ചെയ്യുന്നതോടെ ഗവാം ഇന്ദ്ര എന്നുള്ള രീതിയിലെ അർത്ഥത്തില് ഗോവിന്ദൻ എന്നുകൂടി നാമകരണം അവിടെ ഭഗവാന് ഉണ്ടായി. ഇങ്ങനെ അഭിഷേകം ചെയ്ത് ഗോവിന്ദൻ എന്നുള്ള ഒരു പേര് ഭഗവാന് ആയിട്ട് വീണു. എന്തായാലും ഈ ഹരിവംശ പുരാണത്തിലൊക്കെ കാമധേനുവിനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്ദ്രൻ ഇതെല്ലാം ചെയ്തത് ആ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അവിടെയൊക്കെ കാണിക്കുന്നു. അപ്പം ഗോവിന്ദ നാമത്തിന് ഗവാം ഇന്ദ്ര എന്നും ഉണ്ട് അവിടെ. ഗവാം ഇന്ദ്ര എന്ന് തന്നെ ആണെങ്കിൽ പോലും ഏവം ശാന്തമനാ കൃഷ്ണ സ്വേന സൗമ്യേന തേജസ ബ്രഹ്മണ ശൃണുമേ വാക്യം ഗവാം ച ഗജവിക്രമ. ഈ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തില് ബ്രഹ്മലോകത്തിന് ഉപരിയായിട്ടുള്ള ആ ഗോലോകത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ അധിപന്മാര് ശരിക്ക് ആരാണ് അവിടുത്തെ അധിപന്മാര്? ഇവിടെയൊക്കെ ഈ ഇന്ദ്രനും അഗ്നി യമനും വരുണനും ഒക്കെ ആണെങ്കിൽ അതിന് മുകളിലുള്ള ഗോലോകം, അവിടുത്തെ ദേവന്മാരെന്ന് പറഞ്ഞാല് സാധ്യര് എന്ന് പറയുന്ന ഉപദേവന്മാരാണ് അവിടെ. സ്വർഗാദൂർധ്വം ബ്രഹ്മലോകോ ബ്രഹ്മർഷിഗണ സേവിത തത്ര സോമഗതിശ്ചൈവ ജ്യോതിഷാം ച മഹാത്മനാം തസ്യോപരി ഗവാം ലോക സാധ്യാ തം പാലയന്തി സഹി സർവഗത കൃഷ്ണ മഹാകാശഗതോ മഹാൻ. അപ്പം അവിടെ സാധ്യന്മാരെന്നുള്ള ഉപദേവന്മാരാണ് അവിടുത്തെ ദിക്കുകളെയൊക്കെ ഭരിക്കുന്നത് എന്ന് അവിടെ പറയുന്നു. എന്തായാലും അവിടെ ദേവ മാതാക്കള് എന്ന് പറഞ്ഞാൽ അതിഥി തുടങ്ങിയതായിട്ടുള്ള ദേവന്മാർ അവരുടെ മക്കൾ എന്ന് പറഞ്ഞാലും ഇവിടെ ദേവമാതാക്കൾ എന്ന് പറഞ്ഞാല് ദേവി മഹാത്മ്യത്തിലൊക്കെ കാണുന്ന സപ്തമാതൃക്കള് ബ്രഹ്മാണി, മാഹേശ്വരി, വൈഷ്ണവി, കൗമാരി തുടങ്ങിയതായിട്ടുള്ള വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ടി തുടങ്ങിയതായിട്ടുള്ള സപ്തമാതൃക്കള് ഒക്കെ ആയിട്ടും ഒക്കെ പല പുരാണങ്ങളിലൂടെ കാണിക്കുന്നു. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു ഭഗവാനെ ഈ അഭിഷേകം ചെയ്തത്. പിന്നെയോ തത്രാഗതാസ്മസ്തുംബുരു നാരദാദയോ തത്രാഗതാസ്തുംബുരു നാരദാദയോ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഹ ജഗുര്യശോ ലോകമലാപഹം ഹരേ സുരാംഗനാസം നൃതുർമുദന്വിതാഹ. ഇവിടെ പറയാണ് നാരദ മഹർഷി എപ്പോഴും കൂടെ നടക്കുന്നയാളാണ് തുമ്പുരു, അല്ലെ? ഗന്ധർവന്മാരായിട്ടുള്ള തുമ്പുരു, പിന്നെ ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, ലോകരുടെയൊക്കെ സർവ്വപാപങ്ങളെയും അകറ്റുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ അപദാനങ്ങളെയൊക്കെ വാഴ്ത്തിപ്പാടി ശ്രേയസിനെ കീർത്തിച്ചു പാടി അതുപോലെ ദേവസ്ത്രീകളൊക്കെ എന്താണ് സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തു. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിശേഷം അതാണ്. സാധാരണ നമ്മൾ എന്താ മംഗള അന്തരീക്ഷം ഉണ്ടാകുമ്പോ എന്താ പറയുക, അപ്സരസുകൾ നൃത്തം ചെയ്തു എന്നുള്ളത്. ഇവിടെ അപ്സരസുകളല്ല അവിടെ നൃത്തം ചെയ്തത്, പിന്നെ ആരാണ്? ദേവസ്ത്രീകളാണ് അവിടെ സന്തോഷത്തോടു കൂടെ നൃത്തം ചെയ്തത്. അപ്പം ദേവന്മാരിലെ മുഖ്യ എന്താണ് നിരയിൽ നിൽക്കുന്ന ആരാണ്? ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവ്, അല്ലെ? മഹാദേവൻ, മഹാവിഷ്ണു തുടങ്ങിയവരായിട്ടുള്ള അവരൊക്കെ ഭഗവാനെ ഗംഭീരമായിട്ട് അവിടുന്ന് സ്തുതിച്ചു. പിന്നെയോ ദേവവൃക്ഷങ്ങളുടെ പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു. 3 ലോകങ്ങളും ഇന്നിപ്പോ ആനന്ദ നിർവൃതിയിൽ ആറാടി. പശുക്കളൊക്കെ തന്റെ ആ ഏറ്റവും ശുദ്ധമായിട്ടുള്ള പാലുകൊണ്ട് ആ ഭൂമി മുഴുവൻ ഇന്ന് ശുദ്ധമാക്കി, അല്ലേ? അവിടെ പറയാണ് ആ പശുക്കൾ പാല് വീഴ്ത്തി അവിടെ മുഴുവൻ ഭൂമി മുഴുവൻ നനച്ചു എന്ന് പറയാണ്. ആ ഗോലോകം മുഴുവൻ ഇന്ന് നനച്ചു. അപ്പം യഥാർത്ഥത്തില് ഏറ്റവും വലിയൊരു വിശേഷം ഇതാണ്. അവിടെ നൃത്തം ചവിട്ടുന്ന അപ്സരസുകളല്ല, പിന്നെന്താണ്? സുരാംഗനാഹ, സുരന്മാരുടെ അങ്കനമാര്, ദേവസ്ത്രീകള്, അതായത് ദേവന്മാരുടെ അല്ലെ സഹധർമ്മിണിമാര്. ഇതൊക്കെ അത്യപൂർവമായിട്ടാണ് സംഭവിക്കുക എന്ന് പറയാണ്. പിന്നെയോ ഇനി അത് തന്നെയല്ല, പുഷ്പവൃഷ്ടി എങ്ങനെയായിരുന്നു? നന്ദ്യാർവട്ടവും ശംഖുപുഷ്പവും കോളാമ്പിപ്പൂവും ആയിരുന്നോ? അല്ല. പിന്നെന്തായിരുന്നു? ദേവവൃക്ഷങ്ങളായിരുന്നു. ഏതൊക്കെയാ ദേവവൃക്ഷങ്ങള്? ദേവതരവോ മന്ദാര പാരിജാത സന്താന കൽപ്പവൃക്ഷ, അല്ലെ? ദേവതാരു, അതുപോലെ മന്ദാരം, പാരിജാതം, സന്താനം, പിന്നെന്താണ്? കൽപ്പവൃക്ഷം. ഇങ്ങനെയുള്ള കൽപ്പവൃക്ഷ പുംസിവ ഹരിചന്ദനം.
ഇങ്ങനെ 5 വൃക്ഷങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പൂക്കളെ കൊണ്ട് അവിടെ ഭഗവാനെ പുഷ്പവൃഷ്ടി ചെയ്തു. ഇതൊക്കെ ഗോവിന്ദാഭിഷേകത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വമാണ് എന്ന് പറയുകയാണ്. എന്തായാലും നാനാരസൗഘാസരിതോ വൃക്ഷ ആസൻ മധുസ്രവാഹ ആകൃഷ്ടപച്ച ഔഷധയോ ഗിരയോ ബിഭ്രന്തുന്മണീൻ. പിന്നെ അവിടെ പറയുന്നു, ഇങ്ങനെ ഭഗവാൻ അഭിഷിക്തനായി കഴിഞ്ഞപ്പോഴേക്കും ആ നദികളിലൂടെ വൃക്ഷങ്ങളൊക്കെ പൊഴിച്ച് വൃക്ഷങ്ങളിൽ നിന്നും ഉള്ള ഓരോ ഫലങ്ങൾ ഉണ്ടായി എന്നും ആ ഫലങ്ങളിൽ നിന്നും വരുന്നതായിട്ടുള്ള തേൻ, നറുതേൻ, അത് ഇങ്ങനെയുള്ള മറ്റ് പല രസമായിട്ടുള്ള തേനൊക്കെ ഈ നദികളിലേക്ക് പ്രവേശിച്ചു, നദികളിലേക്ക് ലയിച്ചു ചേർന്നു, ഇങ്ങനെ ഒഴുകി വന്നു. ആ വൃക്ഷങ്ങൾ പൂന്തേൻ പൊഴിച്ചു. പിന്നെ കൃഷി ചെയ്യാതിരുന്ന സ്ഥലത്ത് ആ അകൃഷ്ടപച്ച ഔഷധയോഹോ, കൃഷി ചെയ്യാതിരുന്ന സ്ഥലത്ത് അവിടെന്താ ഔഷധികളോട് കൂടിയിട്ട് ധാന്യങ്ങളും ഔഷധികളും ഒക്കെ വളർന്നു വിളഞ്ഞു അവിടെ. പിന്നെയോ പർവ്വതങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള രത്നങ്ങള് ഗിരയോ വിഭ്രതുന്മണിയും. പർവ്വതങ്ങളുടെ ഒക്കെ ഉള്ളില് ധാരാളം രത്നങ്ങൾ പൊതിഞ്ഞാണ് പർവ്വതങ്ങൾ ഇരിക്കുന്നത്, അല്ലെ? ധാതുക്കളും രത്നങ്ങളും ഒക്കെ ഉണ്ട് ഈ പർവ്വതങ്ങളുടെ ഇടയില്. ഇതൊക്കെ എന്ത് ചെയ്തു? ഇതൊക്കെ എല്ലാം പുറത്തേക്ക് അങ്ങോട്ട് വന്നു. ഈ രത്നങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് പുറമേക്ക് തള്ളി വന്ന് ദിക്ക് മുഴുവൻ ശോഭിച്ചു അവിടെ. പിന്നെയോ കൃഷ്ണേഭിഷിക്തേതാനി സത്വാനി കുരുനന്ദന നിർവൈരാണ്യഭവം സ്ഥാത ക്രൂരാണ്യ നിസർഗത. ഇനി വേറെ വലിയൊരു വിശേഷം എന്താ അവിടെ ഉണ്ടായത്? അവിടെ ജാത്യാ തന്നെ ശത്രുക്കളായിട്ടുള്ള മൃഗങ്ങള്, അല്ലേ? എന്താണ്, മാൻകുട്ടിയായാലും സിംഹമായാലും പുലിയായാലും മുയലായാലും ഇങ്ങനെയുള്ള ആ ജാത്യാൽ ശത്രുത്വ സ്വഭാവവും ക്രൂര സ്വഭാവവുമുള്ള ഹിംസ്ര ജന്തുക്കൾ പോലും അതെല്ലാം ഉപേക്ഷിച്ച് ശാന്തമായിട്ടുള്ള ഒരവസ്ഥ, ശാന്തരായിക്കൊണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥാവിശേഷം അവിടെ ഉണ്ടായി. നിർവൈരാണ്യഭവം സ്ഥാത ക്രൂരാണ്യഭിനിസർഗത. ഇങ്ങനെ ഇപ്രകാരം ഇതി ഗോകുലപതിം ഗോവിന്ദമഭിഷിച്യ സ അനുജ്ഞാതോ യയോ ശക്രോ പൃതോ ദേവാദിഭിർദിവം. അതെല്ലാം ഇങ്ങനെ ആ ഗോക്കളുടെയും ഗോകുലത്തിന്റെയും അധിപനായിട്ടുള്ള ആ ശ്രീകൃഷ്ണനെ ഗോവിന്ദാഭിഷേകം ചെയ്തുകൊണ്ട് ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ഒക്കെ എല്ലാവരും പരിവാരങ്ങളോടുകൂടി നേരെ ആ ഭഗവാന്റെ അനുജ്ഞയോടുകൂടി സ്വർഗത്തിലേക്ക് തിരിച്ച് യാത്രയായി. ദേവാദിഭിർ ദിവം യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിശിഷ്ടമായിട്ടുള്ള ഗോവർദ്ധന ചരിത്രത്തിന്റെ ഒരു സമാപ്തി. എന്തായാലും നമുക്കും അത് അനുഭവിക്കാൻ സാധിച്ചു എന്ന് വേണേൽ പറയാം. ഇനിയാണ് അടുത്ത ആളുടെ അടുത്തേക്ക് പോകുന്നത്, അല്ലെ? ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിച്ചെങ്കിൽ നേരെ ഓപ്പോസിറ്റേക്ക് പോവുകയാണ്. ആരാണ്? വരുണൻ, അല്ലെ? പടിഞ്ഞാറ്. ഇനി വരുണനെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള ഒരു ചെറിയ അധ്യായത്തിലൂടെ ആണ്. അത് നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. നമുക്ക് ഇന്നത്തെ ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.